അല്ലാഹു നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ ചിലവഴിക്കുമ്പോഴാണ് അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതായി മാറുന്നത്. ഈ കാലമത്രയും നമ്മൾ ചെയ്തത് അള്ളാഹുവിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ, ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ നമ്മുടേതായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥ. ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ പ്രമുഖനായ ഒരാൾ അദ്ദേഹത്തിന് മരണം ആസന്നമായ സമയത്ത് അദ്ദേഹം കരയുകയാണ്. കരയുന്നത് കണ്ടിട്ട് മരണലോകത്തിൽ കടക്കുന്ന സമയത്ത് അദ്ദേഹം കരയുമ്പോൾ മറ്റ് കൂട്ടുകാർ അല്ലെങ്കിൽ മറ്റ് സഹാബാക്കളിൽ ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾക്കുള്ള സ്ഥാനം, നബിയുമായിട്ട് അങ്ങക്കുള്ള സ്ഥാനം വളരെ വലുതല്ലേ? നിങ്ങളെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട ഒരു വ്യക്തിയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല യുദ്ധത്തിലും സഹായിച്ചവരല്ലേ? സംരക്ഷണം നൽകിയവരല്ലേ? കാവൽ നിന്നവരല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞത്, കൂട്ടുകാരോട് പറഞ്ഞത്, ഓ കൂട്ടുകാരെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുന്നത്, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. ആ മുത്തഖീങ്ങളിൽ ഞാൻ പെടുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സഹാബി പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്ക് തഖ്വ എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു ചുറ്റുപാടല്ലേ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഉള്ള ദിവസങ്ങളിൽ തയ്യാറാവണം. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് അത്താഴ സമയത്തിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ നിസ്കരിച്ച് സുജൂദിൽ വീണ് അല്ലെങ്കിൽ സുജൂദിലായി അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. കണ്ണുനീര്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ട് ഒഴുകുന്ന കണ്ണുനീര്, അത് നരകത്തിൻ്റെ തീനെ നനയ്ക്കാൻ, അതിനെ അണയ്ക്കാൻ, എന്ന് വെച്ചാൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ സാധ്യമാണ്. ഇല്ലാ മമ്പക്ക കസീറം ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് വേണ്ടി, ആ പേടിച്ചത് കൊണ്ട് വേണ്ടി അധികരിച്ച് കരയുന്നവരല്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഓർമ്മയ്ക്ക്, എന്ന ആ ചിന്തയിൽ നാം 27 രാവ് കഴിഞ്ഞു, ഇനി അടുത്ത വർഷം എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് ഇന്ന് രാത്രിയാവാം, നാളെ രാത്രിയാവാം,
ഏത് രാത്രിയും ആവാം ലൈലത്തുൽ ഖദ്ർ. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കരച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇബാദത്ത് ഒന്നും മുടങ്ങാതെ റമളാൻ നമ്മിൽ നിന്ന് പിരിയുന്നത് വരെ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഒന്നും നീട്ടുന്നില്ല. വേഗം ദുആ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പരിപാടിക്ക് സഹായിച്ച ധാരാളം ഈ നാട്ടിലും ചുറ്റുഭാഗത്തുള്ളവരും ഉണ്ട്. അതേപോലെ തന്നെ ഗൾഫിലൊക്കെ ഉള്ളവർ അരി ഏറ്റവരുണ്ട്, അരി തന്നവരുണ്ട്. ഇവിടെ തന്നെ നാട്ടിൽ പല സ്ഥലത്തു നിന്നും അരി വാഗ്ദാനം ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അവർ ചെയ്ത സദഖകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുമ്മ ഇജ്അൽനാ മിനത് തവ്വാബീന വജ്അൽനാ മിനൽ മുതതഹിരീന വജ്അൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുമ്മ ആതിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك فاجعل رقابنا ورقاب والدينا ورقاب أساتذتنا ورقاب ذرياتنا ورقاب أهلنا ورقاب تلاميذنا ورقاب رقاب من أوصانا بالدعاء من تلك الرقاب. يا تواب يا وهاب يا تواب يا وهاب يا تواب يا وهاب. റഹ്മാനായ റബ്ബേ, പാപികളാണല്ലാ, സാധുക്കളാണല്ലാ. നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ. ഞങ്ങൾ ചെയ്ത കുറഞ്ഞ അമലുകൾ അത് സ്വീകാര്യമാണോ എന്നറിയില്ല അല്ലാ. പടച്ച റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്ത കുറഞ്ഞ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് വിട്ടുതന്ന് ഞങ്ങൾ ചെയ്ത അമല് നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ സ്വർഗത്തിലെത്താൻ, നിന്റെ സ്വർഗത്തിൽ കടക്കാൻ, നിന്റെ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ പടച്ച റബ്ബേ നീ കനിയണം അല്ലാ. നീ തൗഫീഖേകണം അല്ലാ. പടച്ച റബ്ബേ, പാപികളാണ്, ദോഷികളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലാ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ സലാത്ത്, ദിക്ർ, ഖുർആന്, മറ്റ് കാര്യങ്ങൾ, മഹ്ളറത്തുൽ ബദരിയ, ബദരി അസ്മാഉൽ ബദർ, ഇതൊക്കെ ഇവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, പല സഹോദരന്മാർ ഈ നാടിൻ്റെ ചുറ്റുമുള്ള, ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റുമുള്ളവർ, അന്യനാട്ടുകാർ, വിദേശികൾ, വിദേശ സഹോദരന്മാർ, പ്രവാസികളായ സഹോദരന്മാർ ഇവിടെ നിന്ന് ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി, അവരുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടപ്പോൾ, അരി ആവശ്യപ്പെട്ടപ്പോൾ ഓരോരുത്തരും ഞാൻ തരാം എന്ന് പറഞ്ഞ് കിൻഡൽ കണക്കിന് അരിയെ ഏറ്റിട്ടുണ്ടല്ലോ അല്ലാ. നീ അവരെയൊക്കെ അറിയുന്നവരാണല്ലോ അല്ലാ. അവരെ ഉദ്ദേശങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ അല്ലാ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുക അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സന്തോഷത്തിലാക്കുക അല്ലാ, റാഹത്തിലാക്കുക അല്ലാ.
നിന്റെ തൗവ നിന്റെ പക്ഷാതാപം കിട്ടിയ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തുക അല്ലാ. പരിശുദ്ധ റമളാന് ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ നീ പരാജിതരാക്കല്ല അല്ലാ, എല്ലാം നഷ്ടപ്പെട്ടവരാക്കല്ല അല്ലാ, ഒന്നിനും കൊള്ളാത്തവരാക്കല്ല അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ആര് ഞങ്ങളെ തടഞ്ഞാലും ആര് ഞങ്ങളെ തട്ടിയാലും അവഗണിച്ചാലും നീ ഞങ്ങളെ അവഗണിക്കല്ല അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മനസ്സൊക്കെ അറിയുന്ന അല്ലാ, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന നിലയ്ക്ക് ഇബാദത്തെടുക്കാൻ പടച്ച റബ്ബേ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. ഈ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ചൈതന്യം, ആ ഭക്തി ഇനി 11 മാസം അടുത്ത റമളാൻ വരുന്നത് വരെ ഒട്ടും കളയാതെ ആ ഭക്തിയോടുകൂടെ നിന്റെ താഴത്തിലായി ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും സന്മനസ്സും വഴിയും നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങള് ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലാ. ഞങ്ങളുടെ മനസ്സ് വളരെ മലിനമാണ് അല്ലാ. എല്ലാം നീ ക്ലിയറാക്കി തരണേ അല്ലാ, ശുദ്ധമാക്കി തരണേ അല്ലാ. നിന്നെ മനസ്സിലാക്കുന്ന നിന്റെ കുദറത്ത് മനസ്സിലാക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തിന് സഹായിച്ച പലവരുമുണ്ട് അല്ലാ. എല്ലാവരും ചിലവരൊക്കെ മരണപ്പെട്ടു പോയി അല്ലാ. കഴിഞ്ഞ വർഷമുണ്ടായവർ പലവരും ഇന്ന് ഇല്ല അല്ലാ. ഇതേപോലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പലവരും മരണപ്പെട്ടു പോയി അല്ലാ. ബഹുമാനപ്പെട്ട എഞ്ചിനീയർ മുഹമ്മദ് പോലെ ഇതേപോലെ ഈ അയ്യൂബിന്റെ ഒക്കെ പിതാവിനെ പോലെ ജ്യേഷ്ഠ സഹോദരനെ പോലെ അതേപോലെ തന്നെ കുറേ സഹോദരന്മാരുണ്ട് വെള്ളാര ഭാഗത്തൊക്കെ. പടച്ച റബ്ബേ എല്ലാം അറിയുന്നവരാണല്ലോ. അവരെയൊക്കെ ഈ റമളാൻ മാസത്തിന്റെ ഉത്തക്കായിങ്ങളിൽ തുലക്കായിങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ ഫളില് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ റഹ്ഫത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിതരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഇപ്പോൾ അടുത്ത് റമളാനിൽ മരണപ്പെട്ട നമ്മുടെ മഹമ്മൂദിച്ചന്റെ സഹോദരിയുടെ മകൾ വല്ലാത്ത വിഷമമുള്ള മരണമാണ് അല്ലാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തന്നെ അത് കേൾക്കാനും അത് കേട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ സാധ്യമാകുന്നില്ല. അപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? പടച്ച റബ്ബേ, നീ ചെയ്യുന്നതൊക്കെ ഖൈറിനാണ്. ഖൈർ മാത്രം നീ വരുത്തണേ അല്ലാ. ഗുണം മാത്രം നീ വരുത്തണേ അല്ലാ. നീ ചെയ്യുന്നത് ഞങ്ങളിൽ ചെയ്യുന്നത് ഖൈർ മാത്രമാക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തിന്മയായ ഒന്നും നീ ചെയ്യല്ല അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ ആഖിറത്തിലേക്ക് ഖൈറായ കാര്യങ്ങൾ മാത്രമാക്കണേ അല്ലാ. ആ റഫ എന്ന പെണ്ണിനിക്ക് പടച്ച റബ്ബേ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്ക്, റാഹത്തിലാക്ക്. അവിടെ കുടുംബത്തിന് നീ ക്ഷമ നൽകുക അല്ലാ. അവിടെ കുടുംബത്തിന് നീ ക്ഷമ നൽകുക അല്ലാ. എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യുക അല്ലാ. ഐശ്വര്യം നൽകുക അല്ലാ, റാഹത്ത് നൽകുക അല്ലാ. ഇവിടെയുള്ള യുവാക്കൾക്ക് അതേപോലെ തന്നെ പ്രായമുള്ളവർക്കും ഇവിടെയുള്ള സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് കുട്ടികൾക്കൊക്കെ നീ ബറക്കത്ത് നൽകുക അല്ലാ. ഈമാൻ അല്ലാ, അതുപോലെ തന്നെ ഇസ്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലക്ക് തന്നെ ധാർമ്മികമായ ബന്ധത്തിലൂടെ ജീവിക്കാനുള്ള എല്ലാ നിലക്കുള്ള തൗഫീഖും നീ നൽകുക അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങൾക്ക് ദുആ ചെയ്യാനേ അറിയൂ. ദുആ ചെയ്യാനും ഞങ്ങൾക്ക് അറിയില്ല അല്ലാ. എങ്ങനെയാണ് നിന്നോട് ദുആ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ ഈ ചോദ്യം നീ തട്ടിക്കളയല്ല അല്ലാ. നീ നിന്റെ മുത്തുനബിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചവരെ തടയരുത് തട്ടരുത് എന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ. അല്ലാ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. നീ തള്ളിക്കളയല്ല അല്ലാ, നീ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങളുടെ ആഖിറം നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുന്യവിയായ ജീവിതം നിനക്ക് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
അല്ലാ. ഞങ്ങളുടെ വാക്കുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ശിഷ്യന്മാരിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിലും പ്രവർത്തികളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കൃഷികളിൽ, ഞങ്ങളുടെ തോട്ടങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടത്തിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസ ജീവിതത്തിലുള്ള നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യ അല്ലാ. അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുക അല്ലാ. വിസ സംബന്ധമായ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുക അല്ലാ. അവർക്ക് ജോലിയിൽ ഉന്നമനം നൽകുക അല്ലാ. മറ്റു കാര്യങ്ങളൊക്കെ ഉയർച്ച നൽകുക അല്ലാ. സന്തോഷം നൽകുക അല്ലാ. റാഹത്ത് നൽകുക അല്ലാ. ഐശ്വര്യം നൽകുക അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാ. ഐശ്വര്യം നൽകുക അല്ലാ. സന്തോഷം നൽകുക അല്ലാ. പടച്ചറബ്ബേ, ഞങ്ങളിൽ പലവരും രോഗികളാണ് അല്ലാ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പലരും രോഗത്തിലാണ് അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീട്ടിൽ വിഷമിച്ച് കഴിയുന്നവരുണ്ട് അല്ലാ. രോഗം ശിഫ നൽകുന്നവൻ നീയാണ് അല്ലാ. ഞങ്ങളിൽ നിന്നുള്ള രോഗമുള്ളവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങൾ നൽകല്ല അല്ലാ. അറുക്കുന്ന ജനങ്ങൾ അറുക്കുന്ന, വെറുക്കുന്ന, കീറി മുറിക്കുന്ന നിലക്കുള്ള രോഗങ്ങൾ നൽകല്ല അല്ലാ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കുക അല്ലാ. സന്തോഷത്തിലാക്കുക അല്ലാ. റാഹത്തിലാക്കുക അല്ലാ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ പടച്ചറബ്ബേ, അവർക്കൊക്കെ നീ റാഹത്ത് നൽകുക അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.